ഹായ്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഏകദേശം 2 മാസമായി. എന്നാൽ എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, വളരെ അതായത് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, അതായത് ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതായത് കോൺഗ്രസിന്റെ എല്ലാ കാര്യവും പറയുന്ന ഒരു ചാനലിൽ നിന്നാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നത്. അവർ പുറത്തുവിടുന്ന എല്ലാ വാർത്തയും ഏകദേശം ശരിയാവലുണ്ട്. ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. പൊന്നു മനുഷ്യന്മാരെ, ഒരു കാര്യം പറയാം. നിലവിലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ്, പീഡന വീരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ഇടുന്നുണ്ട്. ഈ വീഡിയോ, അതായത് എൻ്റെ ഈ വീഡിയോ കാണുന്ന പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് ആർക്കൊക്കെ നമ്മുടെ രാഹുലിനെ ഇഷ്ടമുണ്ട് അവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. പേടിക്കാതെ ലൈക്ക് ചെയ്യണം. അതായത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ, അല്ലെങ്കിൽ എത്ര പേർ ഇഷ്ടപ്പെടുന്നുണ്ട്, രാഹുൽ തിരിച്ച് കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ലൈക്ക് ചെയ്യണേ പൊന്നു മനുഷ്യന്മാരെ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം ഈ പെൺകുട്ടികൾ ആരെന്നറിഞ്ഞോ നിങ്ങൾക്ക്? അതായത് MDMA അടിച്ചിട്ട് ആ നാട്ടിലുള്ള മുതിർന്നവരോട് തർക്കിക്കുകയാണ്, അതായത് ബഹളമുണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറയാം. നടുക്കുന്ന വീഡിയോ ക്ലിപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം, നമ്മുടെ രാഹുലിന്റെ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. MDMA അടിച്ചിട്ട് ബോധമില്ലാതെ നാട്ടുകാരെ തെറിവിളിക്കുന്നത് യുവാക്കളല്ല, ഈ പറയുന്ന യുവതികളാണ്. തെറിവിളിക്കുന്നത് പക്കയായിട്ടുള്ള, അതായത് വളരെ മോശമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ശാരീരികമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ആ വൃത്തികെട്ട പെണ്ണുങ്ങൾ പറയുന്നത്. ആ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് എത്തുന്ന സന്തോഷ വാർത്ത നാലാളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട് നോക്കാം. ചെക്കൻ തിരിച്ചെത്തുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ചർച്ച വളരെ ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നു. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ ചോദ്യം വീണ്ടും ഉയരുകയാണ്. അതേസമയം ചർച്ചകൾക്ക് കാരണമായി ചില കാര്യങ്ങൾ ആളുകൾ ചൂണ്ടിക്കാട്ടും. അദ്ദേഹത്തിനെ കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ വീണ്ടും സജീവമായത് ചില നേതാക്കളുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകളെ കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളാണ്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്ന വിവിധ അവകാശവാദങ്ങളാണ്. പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവെക്കുന്ന അഭിപ്രായങ്ങളുമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരികെ വരുന്നു എന്ന വാർത്തയെ സാധൂകരിക്കാൻ ഇനി ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള പല നേതാക്കളുമായുള്ള ചർച്ചകൾ വളരെ ശക്തമാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നതും അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സൂചന നൽകുന്നു. അതേസമയം കേരളത്തിലുടനീളമുള്ള ജൻസികളും അമ്മമാരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുള്ള സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി വളരെ സുഗമമാക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത്. ഒരു കാര്യം വളരെ ഉറപ്പാണ്. LDFന്റെ ഭരണം മാറിയപ്പോൾ രാഹുലിനെതിരെയുള്ള വലിയ യുദ്ധവും പോരാട്ടവും അവസാനിച്ചു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. പല മീഡിയകളും പല നേതാക്കന്മാരും അവർ നേരത്തെ രാഹുലിനെതിരെ ആഞ്ഞടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ നിശബ്ദരാണെന്നും ചിലരൊക്കെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന വക്താക്കളായി മാറി എന്നതും വലിയ മാറ്റത്തിന്റെ ഒരു സൂചന നൽകുന്നു. അതിനാൽ ഒരു കാര്യം ഇവിടെ ഇപ്പോൾ നമുക്ക് തുറന്നു പറയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് ഇനി അധികം വൈകില്ല. എന്നാൽ പുതിയ വിവരങ്ങളോ ഔദ്യോഗിക പ്രതികരണങ്ങളോ വന്നാൽ തീർച്ചയായും നിങ്ങൾക്കായി പരിശോധിച്ച് ഞാനിവിടെ അവതരിപ്പിക്കാം. ഓക്കെ, ഒരു കാര്യം പറയാം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നൊരു മന്ത്രി ആവേണ്ട ഒരാളാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA ആവേണ്ട ഒരാളായിരുന്നു. റിനി ഒറ്റ വൃത്തി കാരണമാണ് എല്ലാം. അതായത് പൊന്നമനുഷ്യന്മാരെ, ഞാനാണ് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിലേറ്റഡ് ആയി വീഡിയോ ഇട്ടത്. ആ സമയത്ത് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ രാഹുലിന് 2 കേസ് വന്നിട്ടും നമ്മുടെ രാഹുൽ പൊരുതിയിട്ട് ആദ്യ കേസ്, രണ്ടാമത്തെ കേസ് കമ്പ്യൂട്ടർ പരാതിയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറയാം. അതായത് 2 കേസ് വന്നിട്ടും രണ്ടാമത്തെ കേസ് പക്കാ ഫേക്ക് എന്ന് തെളിഞ്ഞപ്പോൾ നമ്മുടെ രാഹുലിന് തന്നെ സർപ്രൈസ് ആയിട്ട് പാലക്കാടിൽ സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. ചർച്ച നടത്തി രാഹുലിന് തന്നെ സീറ്റ് എന്ന് ഏകദേശം ഉറപ്പായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കുമെന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാമതൊരു കേസ് വരികയാണ്. എന്താ അല്ലേ? പിന്നെ നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാവും. പിണറായി വിജയൻ ആ സമയത്ത് കാണിക്കുന്ന വൃത്തികെട്ട ഭരണം ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിന് പറ്റാത്ത അവസ്ഥ വരും. കാരണം മീഡിയാസിൽ മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരിക്കും ചർച്ച.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ രാഹുലിന് അന്ന് സീറ്റ് കൊടുക്കാത്തത്. നമ്മുടെ രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് നമുക്ക് സണ്ണി ജോസഫ് പറഞ്ഞത് മാത്രമാണ്. പക്ഷേ നമ്മുടെ രാഹുൽ അന്നും ഇന്നും കോൺഗ്രസിൽ തന്നെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് രമേശ് പിഷാരടിയുടെ വോട്ടെണ്ണുന്ന സമയത്ത്, നമ്മുടെ രമേശ് പിഷാരടി ജയിക്കുന്ന സമയത്ത് രാഹുലും രമേശ് പിഷാരടിയും പിന്നീട് കോൺഗ്രസിന്റെ മുതിർന്ന എല്ലാ നേതാക്കളും ഒരുമിച്ചിരുന്നാണ് ആ ഒരു റിസൾട്ട് വീഡിയോ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രാഹുൽ പാർട്ടിയിൽ ഇല്ലാത്തവനാണെങ്കിൽ രാഹുൽ കോൺഗ്രസിന് വേണ്ടി നിരന്തരം സംസാരിക്കോ? അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലുണ്ട്, പക്ഷേ അത് ഔദ്യോഗികമായിട്ട്, അതായത് അത് ഉറപ്പിച്ചിട്ട് പ്രഖ്യാപിക്കാനും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. റിണിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കി വിഷയത്തിലേക്ക് അടക്കാം. റിണിയെ, ഇനി മേലിൽ ഇത് ആവർത്തിക്കണ്ട, പണം വരും പോവും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം റിണിയെ, 2 എക്സാമ്പിൾ പറയാം. ഒന്ന് രേണു സുധിയാണ്. നിലവിൽ, അതായത് ഞാൻ അവരെ വിമർശിക്കുന്നതല്ല പൊന്നുമനുഷ്യന്മാരെ, രേണു സുധിക്ക് ഇപ്പം എന്തായി? ക്യാൻസറായി. എന്തൊക്കെ ബഹളമായിരുന്നു അത്. ഇത് ക്യാൻസർ എന്ന രോഗം എത്രയും പെട്ടെന്ന് ഇല്ലാതാവട്ടെ എന്ന് ഞാൻ പറയാം. പിന്നൊന്ന് റിണിയോട് പറയാനുള്ളത് സരിതയാണ്. രോഗം കൊണ്ട് മല്ലടിക്കുകയാണ് സരിത. നമ്മുടെ ഈ രേണു സുധി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലപ്പാ, ഞാൻ വെറുതെ രേണുവിനൊരു എക്സാമ്പിൾ ചെയ്തതാണ്. സരിത രോഗം കൊണ്ട് മല്ലടിക്കുകയാണ്. എന്തേ? ഒരിക്കൽ പൈസ കിട്ടും മോളെ റിണിയെ, പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്തും ചെയ്യാമോ? അപ്പോൾ റിണിയോട് പറയാനുള്ളത് ഒരു കാര്യം, നീ ഇനിയെങ്കിലും നന്നാവണം, ഒരു മാപ്പൊക്കെ വന്ന് ചോദിക്കണം. കാരണം നീ ഒറ്റൊരുത്തി കാരണമാണ് രാഹുൽ മാങ്കൂടത്തിൽ ഇങ്ങനെയായത്, നീയാണ് തുടങ്ങി വെച്ചത്, അതുകൊണ്ടാണ്. പിന്നെ അതിജീവിതന്മാർ, എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, വായി തുറക്കാൻ എനിക്കൊക്കെ, ഞാൻ രാഹുൽ മാങ്കൂടത്തിൽ റിലേറ്റഡ് ആയിട്ട് എത്രയോ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അതായത് കുറേ മെസ്സേജ്, നിനക്കെതിരെ കേസാവും, പോലീസ് സൈബർ സെല്ലിൽ നിന്നൊക്കെ ഫോൺ വന്നപ്പോൾ നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ വേറെ വഴിയില്ല, പിന്നെ കേസാവും. അപ്പം ഞാനിപ്പോൾ സൈബറിൽ നിന്നൊരു ഫോൺ വന്ന് രാഹുലിൻ്റെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് സൈബർ സെല്ലിൽ നിന്ന് ഫോൺ വന്നിട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അൽത്തു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു പെണ്ണും കൂടി രംഗത്ത് വന്നാൽ എൻ്റെ ഫേസും എല്ലാം ഇങ്ങനെ വരും. അനക്ക് പിന്നെ ജയിലിൽ പോകണം. രാഹുൽ മാങ്കൂടത്തിനെ പോലെ കുറേ ആൾക്കാരൊന്നും എന്നെ പിന്തുണക്കാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പൊന്നു മനുഷ്യന്മാരെ, നമ്മൾ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ നമുക്കെതിരെ പരാതി വരുന്നുണ്ട്. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇതിപ്പോൾ LDF-കാരായാലും BJP-കാരായാലും കോൺഗ്രസ്സുകാരായാലും ഇങ്ങനെയുള്ള നടിമാർക്കൊക്കെ എന്തെങ്കിലും കേസ് വന്നാൽ നിങ്ങൾ അത് ആ സ്പോട്ടിൽ തന്നെ വിശ്വസിക്കണ്ട. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിലാണ്. ഓക്കെ, കൊടുക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പൊന്നു മനുഷ്യന്മാരെ, നമ്മൾ ബാക്കി വിഷയത്തിലേക്ക് അടക്കാം. MDMA അടിച്ചിട്ട് നാട്ടിൽ ബഹളമുണ്ടാക്കുന്ന പെൺകുട്ടികളുടെ ഞെട്ടിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ഏറെ പ്രതീക്ഷയോടെ വളർത്തിയ മക്കൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് കാറിലിരിക്കുമ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് പോലീസെത്തി ലഹരി കണ്ടെടുത്ത് വിലങ്ങ് വെച്ചു കൊണ്ടുപോകുന്നു. മയക്കുമരുന്ന് ഉപയോഗത്തിനിടയിൽ നാട്ടുകാരുടെ പിടിയിലായത് 3 പെൺകുട്ടികളും കാപ്പ കേസ് പ്രതിയായ യുവാവടക്കം 5 അംഗ സംഘം. കോഴിക്കോട് പേരാമ്പ്രയിലാണ് മയക്കുമരുന്നിന്റെ രൂക്ഷത വെളിവാക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത്. കോഴിക്കോട് റൂറൽ SP-ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പാണ്ടിക്കോട് വെച്ചാണ് ഡാൻസ് ഓഫ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. ഇതോടെയാണ് കാറിലുണ്ടായിരുന്ന 3 യുവതികളും 2 യുവാക്കളും ചേർന്ന് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ തുടങ്ങിയത്. സംഘത്തിലെ ഒരു പെൺകുട്ടി അശ്ലീലം പറഞ്ഞ് പലതവണ നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്തു. പോലീസ് 5 പേരെയും കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയി. മാരക രാസലഹരിയും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ
എല്ലാവർക്കും അറിയാം. അപ്പോ ആർക്കും ഒറ്റ ഓക്കെ, എന്താ അല്ലേ, മുമ്പൊക്കെ ഞാനും നിങ്ങളും ആണുങ്ങളെ പിടിക്കുന്ന കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിക്കണ്ട, മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കേട്ടല്ലോ നിങ്ങൾ, 3 പെൺകുട്ടികളും 2 ആണുങ്ങളും കാറിൽ വെച്ച് MDMA അടിക്കുന്നതാണ് പോലീസിന് കണ്ടത്. ആ നാട്ടുകാരുടേതിന് ശേഷം അവർ സംസാരിക്കുന്നത്. എന്തൊരു കാലഘട്ടമാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ആരെ എങ്ങനെ വിശ്വസിക്കും? ഞാൻ പേഴ്സണലി കല്യാണം കഴിഞ്ഞിട്ടുള്ള പേടിയാണ് പെണ്ണ് കെട്ടാൻ. സത്യസന്ധമായിട്ട് പറയാം, പേടിയാണ്. നമ്മുടെ കയത്തിൽ ചിക്കിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഞാനൊരു പെണ്ണിനെ കെട്ടിയാൽ, പൊന്നു മനുഷ്യന്മാരെ, കല്യാണം കഴിയാത്തവർക്കുള്ളൊരു പാഠമാവട്ടെ എന്ന് പറയുന്നതാണ്. നമ്മളൊരു പെണ്ണിനെ കെട്ടിന്ന് വിചാരിക്കും, അവൾക്ക് ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട പണിയുണ്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടി വന്നാൽ നമ്മൾ നല്ലോണം പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. കുറേ പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ ഒന്നും പറയത്തില്ല. നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ ശേഷമാണ് എല്ലാം അറിയുന്നത്. പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇഷ്ടം പോലെ പൈസ കൊടുക്കണ്ടേ? ചെലവിന് കൊടുക്കണം. നമുക്കതിന് ശേഷം മറ്റൊരു പെണ്ണ് കെട്ടുന്നുണ്ട്. അപ്പോൾ പൊന്നു മനുഷ്യന്മാരെ, പരമാവധി അന്വേഷിക്കണം. അതായത് പരമാവധി അന്വേഷിച്ചിട്ട് പൈസ ഒന്നും നോക്കാതെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണിനെ കെട്ടു. ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളോട് ഒരു കാര്യം പറയാനുള്ളൂ, പൊന്നു പെൺകുട്ടികളെ, ഇങ്ങനത്തെ ശീലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കിക്കോ. സത്യസന്ധമായിട്ട് പറയാണ്, ജീവിക്കാൻ പേടിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് ഇത്രയും നല്ലൊരു വാർത്ത വന്നതുകൊണ്ടാണ് ഈ ഒരു കോണ്ടന്റ് ചെയ്തത്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.